പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ജാതി നേതാക്കന്മാർക്കുള്ള അല്ലെങ്കിൽ മത നേതാക്കന്മാർക്കുള്ള സ്വാധീനം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും തുടങ്ങിയാണ്. നമുക്കറിയാം 1957 വിമോചന സമര കാലഘട്ടം മുതൽ മത നേതാക്കന്മാർ കേരളത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതായിരുന്നുവെന്ന് അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മുന്നണിയുടെ അടിത്തറ എന്ന് പറയുന്നതും മതാധിഷ്ഠിതമാണ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്, അവർ മുസ്ലിം സമുദായത്തെ പ്രതികരിക്കുന്നു. കോൺഗ്രസ് പോലും നിലനിൽക്കുന്നത് ക്രിസ്ത്യൻ മതസമൂഹത്തിൻ്റെയൊക്കെ പിന്തുണയിലാണ് എന്നത് ആർക്കാണ് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ മതങ്ങളുടെ കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏതാണ്ട് ഒരു 80-കൾ വരെ മതങ്ങളെ പരസ്യമായി അകറ്റി നിർത്തുന്ന സമീപനമായിരുന്നു CPM ഉണ്ടായിരുന്നത്. 1987 ആദ്യത്തെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് വർഗീയ പാർട്ടികൾ ഇല്ലാതെയായിരുന്നു എന്നുള്ള അഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൻ്റെ വോട്ടുകൾ ധ്രുവീകരിച്ചുകൊണ്ടാണ് അവർ അന്ന് അധികാരത്തിൽ വന്നത് എന്നുള്ള അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 80-കൾ കഴിഞ്ഞ് പിന്നെ 90-കൾ തീരുന്നിടം വരെയൊക്കെ ഈ സമുദായ നേതാക്കന്മാരോട് CPM-ന് ഒരു അയിത്തമുണ്ടായിരുന്നു, പുറമേയെങ്കിലും ഒരു അയിത്തമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല UDF ആണ് ഈ മത നേതാക്കന്മാരുടെ താളത്തിനൊത്ത് തുള്ളുന്നത് എന്നുള്ള വലിയ വിമർശനം CPM-ന് ഉണ്ടായിരുന്നു എന്നതും നമ്മൾ കാണണം. എന്നാൽ 90-കളുടെ രണ്ടാം പകുതിയിൽ മുസ്ലിം ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ്റെയും MA ബേബിയുടെയും തോമസ് ഐസക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങളോടുകൂടിയാണ് ഈ CPM വർഗീയ പാർട്ടികൾ എന്ന് പറഞ്ഞ് നടത്തിയിരുന്ന ആ ഒരു പ്രചരണത്തിൽ നിന്ന് അവർ പയ്യെ പിന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ മുസ്ലിം ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന് കഴിയുന്നിടത്തോളം തടസ്സം നിന്നത് VS അച്യുതാനന്ദനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. VS അച്യുതാനന്ദൻ്റെ എതിർപ്പുകൾ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് LDF-ൻ്റെ ഭാഗമാകുമായിരുന്നു. 1996-2001 കാലത്തെ ജനകീയാസൂത്രണത്തിൻ്റെ സമയത്തും അതുപോലെ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിലൂടെയും ഒക്കെ മുസ്ലിം ലീഗിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വലിയ ശ്രമങ്ങൾ LDF നടത്തിയിരുന്നത് നമുക്കറിയാം. പക്ഷേ അത് പരാജയപ്പെട്ടു. എന്നാൽ മതനേതാക്കളുമായി പരസ്യമായി തന്നെ സന്ധി ചെയ്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരിക്കും പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി വന്നതോടുകൂടി തന്നെ ഈ മത നേതാക്കന്മാരുമായിട്ടും ഒക്കെയുള്ള സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വരികയായിരുന്നു. അഴിമതിയുടെ കാര്യത്തിലും എല്ലാം മാറ്റങ്ങൾ വന്നതുപോലെ ഈ മത നേതാക്കന്മാരോടുള്ള സമീപനത്തിലും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനെ തുടർന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അത് ശരിക്കും 2016 മുതലാണ് അത് വലിയ രീതിയിൽ മാറാൻ തുടങ്ങിയത്. മുസ്ലിം ലീഗിനെ LDF-ൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ CPM തുടരുന്നു. അത് ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ, CAA-യുടെ കാര്യത്തിൽ, പാലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ, ഗാസ അധിനിവേശത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ എങ്ങനെയും മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള ശ്രമങ്ങളുമായി CPM മുന്നേറുന്നതാണ് 2016 ശേഷം നമ്മൾ കണ്ടത്. 2016 തന്നെ കെ മാണിയുമായിട്ടുള്ള ഒരു അസ്പൃശ്യത ഒഴിവാക്കി. 2017 ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മാണിക്കെതിരായിട്ട് വലിയ പ്രചരണം നടത്തിയിരുന്നുവെങ്കിൽ അതെല്ലാം വേണ്ടെന്ന് വെച്ച് കെ മാണിയുടെ പാർട്ടി ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ LDF-ലേക്ക് എടുത്തതോടുകൂടി ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. മുസ്ലിം ലീഗിനെ കൊണ്ടുവരാൻ വേണ്ടി വിചാരിച്ചു, കഴിഞ്ഞില്ല. പക്ഷേ ക്രിസ്ത്യൻ പാർട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബിഷപ്പന്മാരുടെ എല്ലാം പൊന്നോമന പുത്രന്മാരായി CPM നേതാക്കന്മാർ മാറി. പിണറായി വിജയൻ മുതൽ സജി ചെറിയാൻ വരെയുള്ളവരൊക്കെ തന്നെ ബിഷപ്പന്മാരുടെ വലിയ അടുത്ത സഹകാരികളും ഒക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മാറുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പച്ചപ്പരസ്യമായി ആ ഈഴവര് മുഴുവൻ തൻ്റെ കക്ഷത്തിലാണെന്ന് വിശ്വസിക്കുന്ന അഴിമതിക്കാരനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയനെടുത്ത് മടിയിലിരുത്തുന്നത് നമ്മൾ കണ്ടു. അയാൾക്കെതിരായിട്ടുള്ള കേസുകളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് അയാളെ മടിയിലിരുത്തി അയാളെ കൊണ്ടു നടക്കുന്നത് അയാളെ പാമ്പർ ചെയ്യുന്നത് നമ്മൾ നിരന്തരം കണ്ടതാണ്. അതിനുശേഷം കുറെ കഴിഞ്ഞ്
തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഏതാണ്ട് സമയം വന്നപ്പോഴാണ് അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായി പെരുന്നയിലെ പോപ്പ് എന്നറിയപ്പെടുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. KB ഗണേഷ് കുമാർ വഴി ആ ശ്രമങ്ങൾ ആരംഭിച്ചു. നമുക്കറിയാം, ദീർഘനാളുകളായി UDFനോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് സുകുമാരൻ നായർ. വർഷങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDFൻ്റെ വോട്ട്, നായന്മാരുടെ വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നതും UDFന്. എന്നാൽ അയ്യപ്പ സംഗമത്തിൻ്റെ സമയം വന്നതോടുകൂടി സുകുമാരൻ നായരെ പിടിക്കാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ ശക്തിപ്പെടുത്തുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സുകുമാരൻ നായരും മലക്കം മറിഞ്ഞ് പിണറായിയോടൊപ്പം എത്തുന്നു. അപ്പോൾ മുസ്ലിം ലീഗിനെ പിടിക്കാനുള്ള പ്രചണ്ഡമായിട്ടുള്ള ശ്രമം നടക്കുന്നില്ല. പക്ഷേ ക്രിസ്ത്യൻ മതസമൂഹമായിട്ട് പാലമുണ്ടാക്കുന്നു, മാണി ഇങ്ങോട്ട് എടുക്കുന്നു, ബിഷപ്പന്മാരുടെ സ്വന്തം സഹചാരിയാകുന്നു, വെള്ളാപ്പള്ളി നടേശനെ ഇപ്പുറത്തേക്ക് കൊണ്ടിരുന്നു. അതോടുകൂടി ഈഴവർ കുറേ പേര് ഇങ്ങോട്ട് വന്നു എന്ന് കണക്ക് കൂട്ടുന്നു. സുകുമാരൻ നായരെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അതോടുകൂടി നായന്മാർ കുറേ പേര് നായന്മാർ ഡിസിസീവായിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് കണക്ക് കൂട്ടുന്നു. അപ്പുറത്തെ പുന്നല ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു പിന്നോക്ക നേതാവിനെ അയാളെയും കൈകാര്യം ചെയ്ത് കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി നിർത്തി. കൂട്ടത്തിൽ ഇപ്പുറത്തുള്ള CPMൻ്റെ വോട്ടും കൂടെ ചേർത്ത് അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നെകളിച്ച് മപ്പടിച്ച് നിൽക്കുന്ന സമയത്താണ് ശബരിമല പെരുങ്കൊള്ള ഒരു ഇടിത്തി പോലെ പിണറായി വിജയൻ്റെ മസ്തകത്തിൽ വന്ന് പതിക്കുന്നത്. പക്ഷെ എന്നാലും ജാതി നേതാക്കളുടെ ഒരു പ്രാധാന്യം കുറഞ്ഞില്ല. കാരണം CPM LDF മാത്രമല്ല, UDFും ഈ പറഞ്ഞ പോലെ ജാതി നേതാക്കന്മാരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒക്കെ ഗുഡ് ബുക്സിൽ വരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ഡിസംബർ 9, 11 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ജാതി നേതാക്കന്മാരെല്ലാം LDFനായിരുന്നു പിന്തുണ. അഴിമതി നടേശൻ വന്നിട്ട് ശബരിമല ഒന്നും ഏക്കില്ല, പിണറായി 3ാം തവണ അധികാരത്തിൽ വരും, പിണറായി അല്ലാതെ ആരാണ് അധികാരത്തിൽ വരാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ പുറംതിരുമി നിൽക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ജനങ്ങൾക്ക് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള വിഷയം വലിയ പ്രശ്നമായിരുന്നു. ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും അവരത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. സുകുമാരൻ നായരും ഈ പറഞ്ഞതുപോലെ ശബരിമല വിഷയം വന്നപ്പോൾ തന്ത്രപരമായ നിശബ്ദത പാലിച്ചു. കാരണം പിണറായിയുടെ കൂടെയാണല്ലോ നിന്നത്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത് സുഹൃത്തുക്കളെ? തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഈഴവരുടെ ദൈവം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ അഴിമതി നടേശനെയും ഈ പെരുന്നയിലെ പോപ്പ് എന്ന് പറഞ്ഞ സുകുമാരൻ നായരെയും ഈ ചില, ഞാനത് പറയുന്നില്ല, അവരെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തൊഴിച്ചെറിയുന്നതാണ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. വെള്ളാപ്പള്ളി നടേശനെ തൊഴിച്ച് ദൂരെ കളഞ്ഞു ജനം. പെരുന്നയിലെ പോപ്പ് സുകുമാരൻ നായർ അയാളെയും തൊഴിച്ച് ദൂരെ കളഞ്ഞു ജനം. എന്നിട്ട് ജനം എന്ത് ചെയ്തു? ജനം രാഷ്ട്രീയമായി വോട്ട് ചെയ്തു. രാഷ്ട്രീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനം വോട്ട് ചെയ്തു. ജനം സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞിടത്തും നിന്നില്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിടത്തും നിന്നില്ല. ജനം ശബരിമല കൊള്ളയുടെ അടിസ്ഥാനത്തിലും, ജനം സർക്കാർ വിരുദ്ധതയുടെ അടിസ്ഥാനത്തിലും, ജനം പിണറായി വിരുദ്ധതയുടെ അടിസ്ഥാനത്തിലും ജനം വോട്ട് ചെയ്തു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വോട്ട് എന്ന് ഈ ജനങ്ങൾ തന്നിരിക്കുന്ന ഈ വോട്ട് ജനങ്ങൾ തന്നിരിക്കുന്നത് ഈ നേതാക്കന്മാർക്കുള്ളൊരു സന്ദേശമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയും സുകുമാരൻ നായരെ പോലെയൊക്കെയുള്ള കള്ള നാണയങ്ങളെ എടുത്ത് തോളിൽ വെച്ച് കൊണ്ട് നടക്കുന്ന LDFകാരനായാലും UDFകാരനായാലും ഈ റിസൾട്ട് നൽകുന്ന സന്ദേശം, ജനങ്ങൾ പറയുന്ന ഈ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. രാഷ്ട്രീയ വിഷയങ്ങളിലാണ് ജനങ്ങൾക്ക് താല്പര്യം, അല്ലാതെ ജാതിമത വോട്ടുകളിലല്ല. 2006 തന്നെ സംഭവിച്ചതാണ്. അന്നും ഉണ്ടായിരുന്നു സുകുമാരൻ നായരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ. അന്നും അച്യുതാനന്ദൻ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മേലാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെയും പെരുന്നയിൽ പോപ്പിനെയും ഒക്കെ എടുത്ത് തറയിലടിച്ചിരിക്കുകയാണ് ജനങ്ങൾ. അവരൊന്നും ഒന്നുമല്ല, അവരൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അഴിമതി നടേശൻ്റെ പുറകിൽ ഒരു ഈഴവൻ പോലുമില്ല എന്ന് ഇത്തവണ തെളിഞ്ഞിരിക്കും. സുകുമാരൻ നായരുടെ പുറകിൽ ഒരു നായർ പോലുമില്ല എന്ന് ഇത്തവണ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ റിസൾട്ടിൽ നിന്ന് വരുന്ന സന്ദേശം ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും തയ്യാറായാൽ അവർക്ക് നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.